യോ ഗൈസ് വാട്സാപ്പ് ഒരു കിടിലൻ ഗെയിം അത് റിലീസായി. യൂട്യൂബിലും ട്വിച്ചിലും ഡിസ്കോഡിലും എല്ലാമായി സ്ട്രീമേഴ്സും എല്ലാവരും അതെടുത്ത് അങ്ങ് ആഘോഷമാക്കി. അങ്ങനെ അതൊരു ട്രെൻഡ് സെറ്ററായി. പക്ഷേ പിന്നീട് ആ ഒരു ട്രെൻഡ് കഴിഞ്ഞപ്പോൾ ആ ഗെയിം കംപ്ലീറ്റ്ലി ഡെഡായി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഡെഡായി പോയിട്ടുള്ള ഒരു 5 ഗെയിംസിനെ കുറിച്ചാണ്. സോ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോവാം. ഗെയിം നമ്പർ 5, ഫാൾ ഗൈസ്. 2020 പുറത്തിറങ്ങിയപ്പോൾ ഫാൾ ഗൈസ് ഒരു ഭീകര സെൻസേഷൻ ആയിരുന്നു. 60 പേരെ ഒരുമിച്ച് കളത്തിലിറക്കി വിവിധ ഒബ്സ്റ്റിക്കിൾസ് കടന്ന് അവസാനം ജയിക്കണം. സിമ്പിൾ ആയിരുന്നെങ്കിലും വളരെ ഫണ്ണായിരുന്നു. പ്രശസ്ത സ്ട്രീമേഴ്സ് എല്ലാം ഫാൾ ഗൈസ് കളിക്കാൻ തുടങ്ങി. ട്വിച്ചിൽ കോടിക്കണക്കിന് മണിക്കൂറുകൾ ആളുകൾ കണ്ടു. പക്ഷെ പ്രശ്നം എന്തായിരുന്നു? കുറച്ച് സമയത്തിന് ശേഷം കണ്ടന്റ് റിപ്പീറ്റായി. അതേ മാപ്സ്, അതേ ചാലഞ്ചസ്. ആളുകൾക്ക് ബോർഡം തോന്നാൻ തുടങ്ങി. അതോടൊപ്പം എമംഗ് അസ് പോലുള്ള മറ്റ് വൈറൽ ഗെയിംസ് വന്നു. അങ്ങനെ ഫാൾ ഗൈസിന്റെ പ്ലെയർ ബേസ് കുറയാൻ തുടങ്ങി. ഇന്നും ഗെയിം അലൈവ് ആണ്, പക്ഷേ ഒരിക്കലും ഉണ്ടായിരുന്ന ഹൈപ്പ് ഇനിയില്ല. ഗെയിം നമ്പർ 4, ഹൈപ്പർ സ്കേപ്പ്. യൂബിസോഫ്റ്റ് പുറത്തിറക്കിയ ബാറ്റിൽ റോയൽ ഗെയിം ആയിരുന്നു ഹൈപ്പർ സ്കേപ്പ്. 2020 പബ്ജി, ഫോർട്ട്നൈറ്റ്, വാർസോൺ എന്നിവയ്ക്ക് എതിരാളിയായി എത്തിയ ഗെയിം. ഫ്യൂച്ചർ സിറ്റി സെറ്റിംഗ്, വളരെ ഫാസ്റ്റ് മൂവ്മെന്റ്, യുണീക്ക് എബിലിറ്റീസ്. കേൾക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് പോലെ തോന്നും. പക്ഷേ പ്ലെയേഴ്സിന് ഗെയിം വളരെ ഡിഫിക്കൽട്ടി ആയി തോന്നി. ന്യൂ പ്ലെയേഴ്സ് കയറുമ്പോൾ തന്നെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് കൊണ്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് പുതിയ ആളുകൾ ഗെയിം വിട്ടു പോകാൻ തുടങ്ങി. വെറും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ യൂബിസോഫ്റ്റ് സെർവേഴ്സ് ഷട്ട് ഡൗൺ ചെയ്തു. ഇന്ന് ഹൈപ്പർ സ്കേപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗം പരാജയപ്പെട്ട AAA ഗെയിംസിൽ ഒന്നാണ്. ഗെയിം നമ്പർ 3, എമംഗ് അസ്. ഈ ഗെയിം ടെക്നിക്കലി ഡെഡ് അല്ല, പക്ഷേ ഹൈപ്പിന്റെ കാര്യത്തിൽ നോക്കിയാൽ വളരെ വേഗം താഴേക്ക് പോയി. 2020 ലോക്ക്ഡൗൺ സമയത്ത് എമംഗ് അസ് ലോകം കീഴടക്കി. ക്രൂമേറ്റ്സ്, ഇമ്പോസ്റ്റേഴ്സ്, ഫ്രണ്ട്സിനൊപ്പം കളിക്കാൻ പറ്റിയ ഏറ്റവും ഫൺ ഗെയിംസിൽ ഒന്ന്. യൂട്യൂബ് മുഴുവൻ എമംഗ് അസ് കണ്ടന്റ് ആയിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ മാറി. ആളുകൾ മറ്റു ഗെയിംസിലേക്ക് മാറി. അതെ, ഗെയിം പ്ലേ റിപ്പീറ്റഡ്ലി കളിച്ചതോടെ ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങി. എമംഗ് അസ് ഇന്നും കളിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ഒരിക്കലുണ്ടായിരുന്ന ക്രേസ് ഇപ്പോൾ ഇല്ല. ഗെയിം നമ്പർ 2, റോഗ് കമ്പനി. ഫ്രീ ടു പ്ലേ ടാക്ടിക്കൽ ഷൂട്ടർ ആയിരുന്നു റോഗ് കമ്പനി. തേർഡ് പേഴ്സൺ ഷൂട്ടിംഗ്, യുണീക്ക് ക്യാരക്ടേഴ്സ്, ക്രോസ് പ്ലേ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു. റിലീസ് സമയത്ത് ഗെയിമിന് നല്ല റിവ്യൂസും ലഭിച്ചു. പക്ഷേ ഡെവലപ്പേഴ്സ് തുടർച്ചയായി കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. പുതിയ മാപ്സ്, മോഡ്സ്, ഇവന്റ്സ് എന്നിവ കുറവായിരുന്നു. അതേസമയം വാലറന്റ്, അപ്പെക്സ് ലെജൻഡ്സ് പോലുള്ള കോമ്പറ്റീറ്റേഴ്സ് വളർന്നു. പ്ലെയേഴ്സ് പതുക്കെ റോഗ് കമ്പനി വിട്ടു. ഇന്ന് ഗെയിം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പഴയ പ്ലെയർ ബേസിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. ഗെയിം നമ്പർ 1 നോക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഗെയിം നമ്പർ 1, സ്പെൽ ബ്രേക്ക്. മാജിക് ബാറ്റിൽ റോയൽ, അതായിരുന്നു സ്പെൽ ബ്രേക്കിന്റെ കോൺസെപ്റ്റ്. ഗൺസ് ഇല്ല, മാജിക് പവേഴ്സ് മാത്രം. ഫയർ, ഐസ്, ലൈറ്റ്നിങ് പോലുള്ള എബിലിറ്റീസ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യണം. കേൾക്കുമ്പോൾ എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഇത് ഡെഫിനറ്റ്ലി വർക്ക് ആകേണ്ടിയിരുന്ന ഒരു കോൺസെപ്റ്റും കൂടിയാണ്. റിലീസ് സമയത്ത് പ്ലെയേഴ്സ് ഗെയിമിനെ വളരെയധികം പ്രശംസിച്ചു. പക്ഷേ ഗെയിം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഡെവലപ്പേഴ്സ് ബുദ്ധിമുട്ടി. അപ്ഡേറ്റ് സ്ലോ ആയി, ന്യൂ കണ്ടന്റ് കുറവായി, പ്ലെയേഴ്സ് മറ്റ് ഗെയിംസിലേക്ക് മാറി. അവസാനം സെർവേഴ്സ് പെർമനൻ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു. വളരെ വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നിട്ടും സ്പെൽ ബ്രേക്ക് ഗെയിമിംഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും സാഡ് ഫെയിലിയേഴ്സിൽ ഒന്നായി മാറി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വളരെ വേഗം ഡെഡ് ആയി പോയിട്ടുള്ള 5 ഗെയിംസ്. ഇവയിൽ നിങ്ങൾ കളിച്ചിട്ടുള്ള ഗെയിം ഏതാണ്? ഇനി ഈ ലിസ്റ്റിൽ വേറെ ഏത് ഗെയിം വരേണ്ടിയിരുന്നു? കമന്റ് സെക്ഷനിൽ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഗെയിമിംഗ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.